സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെയുള്ള ഇഡി നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ഇഡിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തിയത്. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പോലുള്ള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ രാഷ്ട്രീയ പ്രേരിതമായി കുറ്റപത്രത്തിൽ ചേർത്തത് മോദി സർക്കാരിന്റെ ക്രൂരമായ ഫാസിസ്റ്റ് നടപടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയുടെ വിധവയും അകാലത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പുത്രൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ സാഹചര്യം മൂലം രാഷ്ട്രീയത്തിലേക്ക് വന്ന നേതാക്കന്മാരാണ് എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് രാജ്യത്തെ വർഗീയവാദികൾ നീരാളിപ്പിടുത്തത്തിൽ ശ്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നേതൃത്വ ശ്രീമതി സോണിയാഗാന്ധിയും രാജ്യത്തെ നയിക്കാൻ രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദവിയും ഏറ്റെടുത്ത ശ്രീ രാഹുൽ ഗാന്ധിയും ലോകമെമ്പാടുമുള്ള ദേശാഭിമാനികളുടെ ഭാരതീയരുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. അവർക്കെതിരെയാണ് വിഷലിപ്തമായ ആരോപണവുമായി മോഡി ഭരണകൂടം തിരിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയുടെ തുടർച്ചയാണ് ഇഡി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം. കോൺഗ്രസ് പാർട്ടി ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PR അയ്യപ്പൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, രാജൻ കാരാച്ചിറ, KS സജീവ്, റോബി വേഴമ്പത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു.